എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബി സുഭാഷ് ചന്ദ്രബോസ്. ഞാനിപ്പോൾ ഇങ്ങനൊരു മെസ്സേജുമായി വരാൻ കാരണം, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഓരോ ദിവസം കഴിയുന്തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യാതെ പോകാനാവില്ല. നാം ഒരു വശത്ത് സർഗാത്മകത, ജനാധിപത്യം, സുതാര്യത, സഹിഷ്ണുത ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും മറുവശത്ത് വലിയ അസഹിഷ്ണുതയാണ്. ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ ആ പറയുന്ന ആളിൻ്റെ സതുദ്ദേശത്തെ ചോദ്യം ചെയ്യുക, എന്താണ് പറഞ്ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണത് പറഞ്ഞത്, ഏത് വേദിയിലാണത് പറഞ്ഞത്, ആരുടെ മുന്നിലാണ് പറഞ്ഞത്, അതൊരു ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ പറഞ്ഞതാണോ, ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പറഞ്ഞതാണോ, റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞതാണോ, റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. ഒരു സ്ഥലത്തൊരാളൊരു കാര്യം പറഞ്ഞാൽ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് പറയാൻ അവകാശമുണ്ടെങ്കിൽ മറ്റൊരാളിന് അതിലെ അഭിപ്രായം അതിനോട് പ്രതികരിക്കാം. പക്ഷെ പ്രതികരണത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ട് വ്യക്തിപരമായി പോവുക, അവരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചാപ്പ കുത്തുക, കൊങ്ങി, സുഡാപ്പി, സംഘി, ചാണകം ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി, അത് കോൺഗ്രസുമായിട്ടുമാവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാവട്ടെ, BJPയുമായിട്ടാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗോ, ഏതെങ്കിലും കേരള കോൺഗ്രസോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി അവരെ ഒത്തുചേർത്ത് വെച്ച് അവരെ ചാപ്പ കുത്തി അവരുടെ അഭിപ്രായത്തെ നാം പലപ്പോഴും ബഹളമുണ്ടാക്കി ശബ്ദമുഖരിതമാക്കി ആ അഭിപ്രായം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഒരു കവിത എഴുതിയാൽ നമുക്ക് വിവാദമാണ്. ഒരു സാഹിത്യ അക്കാദമിയിൽ പോയി ഒരാൾ പ്രസംഗിച്ചാൽ അത് നമുക്ക് വിവാദമാണ്. അവിടെ എന്ത് പ്രസംഗിച്ചു, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി സമൂഹത്തിന്, ആ വിഷയമൊന്നും ആരും ചർച്ച ചെയ്യില്ല. അവിടുത്തെ യാത്രാപ്പടിയും ആ യാത്രാപ്പടിയെക്കുറിച്ച് പ്രഭാഷകൻ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോവുക. വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് മലയാളിക്കുള്ളത്. അത് നല്ല ഗുണകരമല്ല. ഒരു പാർട്ടിയുടെയും ഒരു മതത്തിൻ്റെയും ഒരു സംവിധാനത്തിൻ്റെയും പിന്നാമ്പുറങ്ങളെല്ലാം അന്വേഷിച്ച് പോയി മലയാളിയെ വേട്ടയാടുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഒരിക്കൽ ഗാന്ധിജി പറയുകയുണ്ടായി, ആര് പറയുന്നു എന്നുള്ളതിന് നിങ്ങൾ പ്രസക്തി കൽപ്പിക്കരുത്. എന്താണ് പറയുന്നത്, ആ പറയുന്നതിനകത്തൊരു മെരിറ്റ് ഉണ്ടോ, പറയുന്നത് ശരിയാണോ, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. താങ്കളുടെ അഭിപ്രായം ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് ശരിയാണോ? താങ്കളൊരു അഭിപ്രായം പറഞ്ഞാൽ ശരി, താങ്കൾ ഇങ്ങനെ ഒരു ശരിയായ ഒരു കാര്യത്തിലൊരു നിലപാടെടുത്തു, എൻ്റെ നിലപാട് ഇതാണ്, താങ്കളുടെ നിലപാട് പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ എൻ്റെ നിലപാട് ഞാൻ മാറ്റമുണ്ടാക്കണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എന്നല്ലേ നാം പറയേണ്ടത്. ഗാന്ധിജി തന്നെ പറഞ്ഞത് എന്താണ്, ഇന്നലകളിൽ ഞാൻ പറഞ്ഞ സത്യങ്ങൾ ചിലപ്പോൾ ഇന്ന് എനിക്കത് കള്ളമായി തോന്നാം, അല്ലെങ്കിൽ മാറ്റി പറയേണ്ടി വരും. കാരണം ഞാൻ പുതിയ അറിവുകൾ നേടുകയാണ്, പുതിയ അനുഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ എനിക്ക് പുതിയ അനുഭവം ഉണ്ടാകുമ്പോൾ, പുതിയ അറിവുകൾ നേടുമ്പോൾ ഇന്നലകളിലേത് ചിലപ്പോൾ ശരിയല്ലാതിരിക്കാം. ശാസ്ത്രവും അങ്ങനെ തന്നെയാണല്ലോ. ഇന്നലകളിൽ നമുക്ക് ശരിയായിരുന്ന കാര്യങ്ങൾ ഇന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല ശാസ്ത്രത്തിൻ്റെ രീതി. ഭൂമി ഒരു കാലഘട്ടത്തിൽ പരന്നതാണെന്ന് വിശ്വസിച്ചു, അന്ന് മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് അത് തന്നെയായിരുന്നു ശാസ്ത്രീയം. പിന്നെ ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചു, പിന്നെയും ശാസ്ത്രം വളർന്നു, ഒബ്ലേറ്റ് സ്പിറോയിഡാന്ന് പറഞ്ഞു, കോഴിമുട്ടയുടെ ആകൃതിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ആകൃതിയെ സംബന്ധിച്ച് നിരന്തരം പഠനങ്ങൾ നടക്കുകയാണ്. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്ന് പറഞ്ഞു, മൂന്നാമതൊരു വസ്തു ഉണ്ടോ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഓരോ ശാസ്ത്രവും ആപേക്ഷിക സത്യങ്ങളായിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അബ്സല്യൂട്ട് ട്രൂത്ത്, അവസാനത്തെ സത്യമല്ല, ആപേക്ഷിക സത്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വല്ലാതെ അസഹിഷ്ണുത കാണിക്കുന്നത് നല്ലതല്ല. നമുക്ക് അവരുടെ ശബ്ദം കൂടെ കേൾക്കാം. അവർ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ തത്വശാസ്ത്രത്തിന് ചേർന്നതായിരിക്കില്ല, നമ്മുടെ നിലപാടുകളുമായി യോജിച്ച് പോകുന്നതാവില്ല. എന്നാലും നമുക്ക് ആ ശബ്ദം കേൾക്കാൻ, പറയുവാനുള്ള അവരുടെ അവകാശത്തെ നമ്മൾ നിഷേധിക്കരുത്. നമ്മുടെ അവകാശം അവരും നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പാരസ്പര്യത്തിലേക്ക് പോകുന്ന ഒരു സഹിഷ്ണുതയുള്ള നാടാക്കി എങ്ങനെ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാം. സംവാദമാണ് വേണ്ടത്, സർഗാത്മക സംവാദമാണ് വേണ്ടത്. ആ സംവാദത്തിലേക്കാണ് നമുക്ക് എല്ലാവർക്കും തിരിയേണ്ടത്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും എല്ലാം ഈ ലോകത്തിന് സംഭാവന ചെയ്ത ജനാധിപത്യ മൂല്യങ്ങൾ അതൊക്കെയാണ്. ഭാരതത്തിലും ധാരാളം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ആസ്തികരും നാസ്തികരും ഒക്കെ തമ്മിൽ വലിയ സംവാദങ്ങൾ നടന്നിട്ടുള്ള നാടാണിവിടെ. തീർച്ചയായിട്ടും സംഘർഷാത്മകത മാറി സഹകരണത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും നാടാക്കി എങ്ങനെ ഭാരതത്തെയും കേരളത്തെയും മാറ്റാമെന്നുള്ള ചർച്ച എല്ലാവരും കൊണ്ടുവരണമെന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.